എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു റോസാ ചെടി നിങ്ങൾ മുമ്പ് എൻ്റെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇത്രത്തോളം പൂക്കുന്നത് ആദ്യമായിട്ട് തന്നെയാണ്. അപ്പം ഇതിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന കുറച്ച് ടിപ്സാണ് ഞാനിതിൽ ഷെയർ ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് ഒരുപാട് ഫ്ലവേഴ്സ് വരാൻ വേണ്ടിയിട്ടില്ല, ഇത്രയധികം കൊലകുത്തി പൂക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ടിപ്സുകൾ ശ്രദ്ധിച്ചാൽ മതിയാവും. ഒരുപാട് എൻ്റെ മുന്നത്തെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയാം, ഞാൻ ഒരു തരം വളങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെടികൾ കൊടുക്കുന്നില്ല. വീട്ടിലുള്ള വേസ്റ്റ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ എൻ്റെ പ്ലാന്റ്സ് വളർത്തുന്നത്. അതുമാത്രമല്ല, ഇത് ബഡ് റോസാണ്. ഇത് കുറേ കാലമായിട്ട് ഇവിടെ നിൽപ്പുണ്ട്. ബഡ് റോസ് തന്നെയാണ്. അപ്പം ബഡ് റോസിൽ ഇത്രയധികം പൂക്കളുണ്ടാവുക എന്ന് പറയുന്നത് നമുക്ക് നല്ല രീതിയിൽ പൂത്ത് കിട്ടുക എന്ന് പറയുന്നത് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ആദ്യം തന്നെ ബഡ് റോസ് എങ്ങനെ സെലക്ട് ചെയ്യണം, അതെങ്ങനെ പ്ലാന്റ് ചെയ്യണം എന്നുള്ളതൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെയൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മൾ ആദ്യം പ്ലാന്റ് ചെയ്യുക. പ്ലാന്റ് വെച്ചതിന് ശേഷമുള്ള കെയറിങ്ങാണ് ഞാനിതിൽ പറയുന്നത്. അല്ലാതെ പ്ലാന്റിങ്ങും കൂടിയൊക്കെ പറഞ്ഞു തരികയാണെങ്കിൽ ലോങ് വീഡിയോ ആയി പോകും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ ഇപ്പം എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ സമ്മറിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോഴും കാണാൻ പറ്റും എൻ്റെ ഒരു ഉണക്കുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ഉണങ്ങിയിട്ടുണ്ടായിരുന്നു ബ്രാഞ്ചസ്. പക്ഷേ അത് കറക്റ്റായിട്ട് മഴ തുടങ്ങിയപ്പോൾ തന്നെ പ്രൂൺ ചെയ്ത് വിട്ടിട്ട് ചെറിയ ചെറിയ ബ്രാഞ്ചസ് ആയിട്ട് അതിൽ നിറയെ കൊലകളായിട്ട് പൂക്കളുണ്ടാവുകയാണ് ചെയ്തത്. ഇപ്പോൾ മഴയുള്ളത് കൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ കാര്യം അധികം ശ്രദ്ധിക്കേണ്ടി വരത്തില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഒരു നേരമെങ്കിലും നമ്മൾ നനച്ചു കൊടുക്കണം. പിന്നെ നല്ല രീതിയിൽ സൺലൈറ്റ് ഉള്ള ഒരു ഏരിയയിലോട്ട് കൊണ്ടുവെക്കണം. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പച്ചക്കറിയുടെയൊക്കെ വേസ്റ്റുകളുണ്ടല്ലോ, ഉള്ളിത്തോല്, മുട്ടത്തോട്, അങ്ങനത്തെ ഉള്ള വേസ്റ്റുകളൊക്കെ നമ്മൾ ഇടയ്ക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് കൊണ്ടിട്ട് കൊടുക്കുക. അല്ല എന്നുണ്ടെങ്കിൽ കരിയില പോലുള്ള സാധനങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കാം. പിന്നെ വെയിലത്ത് നിർത്തുമ്പോൾ എപ്പോഴും ചെടിക്ക് നല്ലൊരു വാട്ടം വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെറിയൊരു ഷെയ്ഡിലോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവച്ചതിന് ശേഷം പിന്നെയും ചെടീനെ കൊണ്ടുവന്ന് നമ്മൾ വെയിലത്ത് കൊണ്ടുവെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് അറ്റ്മോസ്ഫിയറൊക്കെ പറ്റുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ തന്നെ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഇത്രയും നല്ല റിസൾട്ടൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ മെയിനായിട്ട് ഇതിൽ ചെയ്യുന്നത് പ്രൂണിങ്ങും പിന്നെ നമ്മുടെ പച്ചക്കറിയുടെ ഒക്കെ വേസ്റ്റുകൾ ഇട്ട് കൊടുക്കലും. പിന്നെ മണ്ണ് അത്യാവശ്യം നല്ല രീതിയിൽ ട്രെയിൻഡ് ആയിട്ടുള്ള മണ്ണാണ്. നല്ല രീതിയിൽ അതിനകത്ത് വെള്ളം കെട്ടി നിൽക്കാറില്ല, നല്ല രീതിയിൽ പോകാറുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.